2019 ഫെബ്രുവരി 14 ജമ്മു കാശ്മീരിലെ CRPF ക്യാമ്പിൽ നിന്നും 78 ബസ്സിൽ 2547 CRPF സൈനികർ ഒരു യാത്ര പോകാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ബസ്സുകൾ അവന്തിപ്പൂർ എത്തിയപ്പോൾ ബസ്സിന് നേരെ ഒരു മാരുതി എക്കോ കാർ അടുത്തു. സ്ഫോടന വസ്തുക്കൾ നിറച്ച ആ കാറിൽ പുൽവാമ സ്വദേശിയും ജയ്ഷെ മുഹമ്മദ് ഭീകരനുമായ ആദിൽ അഹമ്മദ് ഖാനായിരുന്നു. 200 കിലോയോളം ഭാരമുള്ള IED സ്ഫോടന വസ്തുക്കൾ നിറച്ച ആ വാഹനം ബസ്സിലേക്ക് ഇടിച്ച് വലിയൊരു സ്ഫോടനം തന്നെ ഉണ്ടായി. 40 CRPF സൈനികരാണ് അന്ന് മരിച്ചത്. ഈ ആക്രമണം ഇന്ത്യയെ വല്ലാതെ ഞെട്ടിച്ചു. ഇതിന് തിരിച്ചടി നൽകണമെന്ന് ഇന്ത്യ ഉറപ്പിച്ചിരുന്നു. ഈ അറ്റാക്ക് കഴിഞ്ഞ് കൃത്യം 12 ദിവസം കഴിഞ്ഞു. ഫെബ്രുവരി 26 രാവിലെ 2:30 ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ലൈൻ ഓഫ് കൺട്രോളും കടന്ന് 12 മിറാഷ് വിമാനങ്ങളും 4 സുക്കോയി വിമാനങ്ങളും അങ്ങനെ ഇന്ത്യയുടെ 16 യുദ്ധവിമാനങ്ങളാണ് അന്ന് അതിർത്തി കടന്നത്. ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും 300 കിലോമീറ്റർ അകലെ ജയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ ക്യാമ്പുകളായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ലക്ഷ്യം. നിമിഷ നേരം കൊണ്ട് തന്നെ ജയ്ഷെ മുഹമ്മദിന്റെ തീവ്രവാദ ക്യാമ്പുകളെല്ലാം ഇന്ത്യ ബോംബിട്ട് തകർത്തു. ഏകദേശം 300 തീവ്രവാദികളെ കൊന്ന് പുൽവാമ അറ്റാക്കിന് ഇന്ത്യ തിരിച്ചടി നൽകി. ഈ ഓപ്പറേഷന് ഇന്ത്യ നൽകിയ പേരാണ് ഓപ്പറേഷൻ ബന്ദർ. എന്നാൽ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല.